മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ സിനിമാ ജീവിതത്തിലെ തന്നെ വലിയ വഴിത്തിരിവായ ഏറ്റവും മികച്ച ചിത്രം CID സീരീസിലെ ആദ്യ ചിത്രം ഒരു CBI ഡയറി കുറിപ്പ് ആദ്യം മോഹൻലാലിനെ വെച്ച് നീട്ടിയ വേഷമായിരുന്നു. അത് തനിക്ക് ഇണങ്ങില്ല എന്ന് തോന്നി ലാൽ ആ ഓഫർ ഉപേക്ഷിക്കുകയായിരുന്നു. രജനീകാന്ത് ചിത്രം ശിവാജിയിലെ പ്രധാന വില്ലൻ വേഷം ചെയ്യാനും മോഹൻലാലിന് ക്ഷണം കിട്ടിയിരുന്നു. അതും അദ്ദേഹം നിരസിച്ചു. ആ വേഷം പിന്നീട് നടൻ സുമനാണ് ചെയ്തത്. 1993 ഇറങ്ങിയ സുരേഷ് ഗോപി ചിത്രം ഏകലവ്യൻ ആദ്യം മമ്മൂട്ടിയെയാണ് ചിത്രത്തിൽ നായകനാക്കാൻ തീരുമാനിച്ചിരുന്നത്. ചില പ്രത്യേക കാരണങ്ങൾ മൂലം അദ്ദേഹം ആ വേഷം നിരസിച്ചു. മണിരത്നം സംവിധാനം ചെയ്ത ഇരുവരിലേക്ക് പ്രകാശ് രാജ് ചെയ്ത വേഷം ആദ്യം മമ്മൂട്ടിക്ക് വെച്ച് നീട്ടിയതായിരുന്നു. എന്നാൽ അദ്ദേഹം ആ പ്രൊജക്ട് ഒഴിവാക്കുകയാണ് ഉണ്ടായത്. പൃഥ്വിരാജിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രമായ മെമ്മറീസ് മമ്മൂട്ടി നിരസിച്ച ചിത്രങ്ങളുടെ പട്ടികയിൽ പെടുന്ന ഒന്നാണ്. മോഹൻലാലിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രമായ റൺ ബേബി റണ്ണിലെ നായകനായി ആദ്യം സമീപിച്ചത് മമ്മൂട്ടിയായിരുന്നു. എന്നാൽ അദ്ദേഹം ഈ ഓഫർ നിരാകരിക്കുകയാണ് ഉണ്ടായത്. മോഹൻലാലിന്റെ സിനിമാ ജീവിതത്തിലെ വഴിത്തിരിവായ രാജാവിന്റെ മകൻ ആദ്യം മമ്മൂട്ടിക്ക് വെച്ച ഓഫറായിരുന്നു. എന്നാൽ അദ്ദേഹം ഈ പ്രൊജക്ട് വേണ്ടെന്ന് വെച്ചു. മോഹൻലാലിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വിജയമായ ദൃശ്യത്തിൽ ആദ്യം മമ്മൂട്ടിയെ നായകനാക്കാനായിരുന്നു ജിത്തു ജോസഫ് തീരുമാനിച്ചത്. എന്നാൽ നേരത്തെ എടുത്ത മറ്റു ചിത്രങ്ങളുടെ തിരക്ക് കാരണം മമ്മൂട്ടി ഈ ചിത്രം നിരസിച്ചു. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ക്രിയേഷൻസ്.